ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പുതിയ റെസിപ്പിയുമായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കണവ റോസ്റ്റാണ്. ചില സ്ഥലങ്ങളിൽ കണവയെന്നും ചില സ്ഥലങ്ങളിൽ കൂന്തലെന്നും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഏതൊരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ പോയാലും മിക്കവരും ഒഴിവാക്കാത്ത ഒരു ഫുഡ് ഐറ്റം തന്നെയാണിത്. അപ്പോൾ നമ്മൾക്ക് അതേ ടേസ്റ്റിൽ വീട്ടിൽ വളരെ ഹെൽത്തി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമ്മൾക്ക് തയ്യാറാക്കാം. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുൻപ് ആദ്യമായിട്ട് നമ്മളുടെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അതേപോലെ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടിട്ട് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുകയും വീഡിയോ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അതാ നമ്മൾക്ക് റെസിപ്പി തയ്യാറാക്കി തുടങ്ങാം. നമ്മളിവിടെ കൂന്തലെല്ലാം നന്നായിട്ട് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് തയ്യാറാക്കി തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾക്ക് ഈ കൂന്തലെല്ലാം നമ്മളുടെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അത് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഒരല്പം മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിലൊക്കെ തന്നെ മാക്സിമം മതിയാവും. നല്ല രീതിയിൽ കുക്ക് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കുമാണ് ആ ഒരു ടേസ്റ്റ് എല്ലാം നമുക്ക് കിട്ടുക. പിന്നീട് നമ്മൾക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 10-12 ചെറിയ ഉള്ളി, അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലെ തക്കാളി, പിന്നീട് കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയും 6-7 അല്ലി വെളുത്തുള്ളിയുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നമ്മൾക്ക് നന്നായിട്ട് ചതച്ചെടുക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതിയാവും. പിന്നീട് നമ്മളിതാ ഈ റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുന്ന സമയത്ത് അല്പം മാത്രം കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പിന്നീട് നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തേങ്ങാക്കൊത്താണ്. അപ്പോൾ തേങ്ങാക്കൊത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ സമയത്തെല്ലാം ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ താഴെ കുറച്ച് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചേർത്ത് കൊടുക്കുന്ന തേങ്ങാക്കൊത്തുകളെല്ലാം കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ആ തേങ്ങാക്കൊത്തെല്ലാം നല്ല ബ്രൗൺ കളറായി വരുന്ന സമയത്ത് പിന്നീട് നമ്മൾക്ക് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ തക്കാളിയും, പിന്നീട് ഞാൻ ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവുള്ള പച്ചമുളകാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒരെണ്ണം മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ എരിവില്ലാത്ത സാധാ പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 2 വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും ചെറിയുള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ട് വഴന്നു വരും. പെട്ടെന്ന് തന്നെ വഴന്നു വരും. ഈ സമയത്തൊക്കെ ഒരു മീഡിയം ഫ്ലെയിം തന്നെ മതിയാകും. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചാൽ നമ്മളുടെ ഈ ചെറിയ ഉള്ളിയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ആ ചെറിയ ഉള്ളിയും അതേപോലെ തക്കാളിയും എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഉള്ളിയെല്ലാം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നപ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാവും അതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അതിനുശേഷം പിന്നീട് നമ്മൾക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുന്നത് പെരുംജീരകപ്പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും, പിന്നീട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചിക്കൻ മസാലയാണ്. മല്ലിപ്പൊടി ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ ഈ ഒരു രീതിയിൽ റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കില്ലേ, അതിനെക്കാട്ടിലും ടേസ്റ്റിലാണ് നമ്മൾ ഇത് തയ്യാറാക്കി എടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ 3/4 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം മസാലകളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളുടെ ഈ മസാലക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കൂന്തൽ വേവിച്ചപ്പോൾ കൂന്തൽ ഉപ്പിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പം അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മസാലകളെല്ലാം പാകമായി വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കൂന്തലും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറഞ്ഞ തീയിലിട്ട് വഴറ്റി നമ്മൾക്ക് റോസ്റ്റ് തയ്യാറാക്കി എടുക്കാം. അപ്പം നമ്മൾ ഇത് ഇതിൻ്റെ ആ ഒരു വെള്ളമെല്ലാം വറ്റി വരുന്ന സമയത്ത് ഉപ്പും എരിവും അതേപോലെ മസാലകളെല്ലാം പാകമാണോ എന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും കൂന്തൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു ഫ്രണ്ട്സ്.